നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തി. DCC ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്വാണ്ടം സയൻസ് ശതാബ്ദി പ്രദർശനത്തിന് തുടക്കമായി. ക്വാണ്ടം സയൻസ് എക്സിബിഷൻ പ്രമുഖ ജ്യോതിശാസ്ത്ര പണ്ഡിതൻ പ്രൊഫസർ K. പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ചോയ്യംകോട് ബസ്സിനെ മറികടക്കുന്നതിനിടെ സ്കൂട്ടർ യാത്രികൻ റോഡിൽ വീണു. കാർ വെട്ടിച്ചു യാത്രക്കാരനെ രക്ഷപ്പെടുത്തി ഡ്രൈവർ. സ്കൂട്ടർ യാത്രികൻ കാസർഗോഡ് അരമന ജ്വല്ലറി ജീവനക്കാരനുമായ ശശികുമാറാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വീടിന് സമീപം മരത്തിനു മുകളിൽ രാജവെമ്പാലയെ കണ്ടെത്തി. രാജവെമ്പാലയെ വനപാലകർ പിടികൂടി ചാക്കിലാക്കി. ബളാൽ മരുതം തുളത്തെ കോരന്റെ വീട്ടിലെ മരത്തിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. KV സുജാത ടീച്ചർ വീണ്ടും അധ്യാപക ജീവിതത്തിലേക്ക്. 5 വർഷത്തെ പടിയിറക്കത്തിനു ശേഷം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ ടീച്ചറെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹൃദ്യമായ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ പദവിയിലെത്തിയതിനെ തുടർന്നാണ് ടീച്ചർ നീണ്ട അവധിയിൽ പ്രവേശിച്ചത്. കേരള കർഷക സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം SK പ്രീജ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര അവതരിപ്പിച്ചു. പരിപാടി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി KS പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തി. DCC ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. രാഷ്ട്രപിതാവിനെ നിന്ദിക്കുന്നവരും ദേവസ്വം സ്വത്ത് കൊള്ളയടിക്കുന്നവരുമായ ദേശവിരുദ്ധരുടെ കൂടാരമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മാറിയെന്ന് DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാർ ആരോപിച്ചു. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്നും രാഷ്ട്രപിതാവിന്റെ പേര് വെട്ടിമാറ്റുകയും പദ്ധതിയെ തകർക്കുന്ന തരത്തിൽ അതിന്റെ ഘടന പോലും മാറ്റുന്ന രീതിയിൽ പുതിയ നയം നടപ്പിലാക്കിയ കേന്ദ്ര സർക്കാരിനെതിരെയും ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം SIT അന്വേഷണം അട്ടിമറിക്കുന്ന തരത്തിൽ പിണറായി സർക്കാർ നടത്തുന്ന കൈകടത്തലുകൾക്കെതിരെ യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗാന്ധിജിയെ പോലും ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അവർ കൊള്ളയടിക്കുന്നത്, അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ പാരമ്പര്യമാണെങ്കിൽ ഇങ്ങ് കേരളത്തിലേക്ക് വന്നാൽ പിണറായിയുടെ സർക്കാർ ചെയ്യുന്നത് എന്താണ് എന്ന് പരിശോധിച്ചാൽ അവിടെ ഗാന്ധിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഇവിടെ വിശ്വാസികളെ പോലും ഇല്ലാതാക്കിക്കൊണ്ട് അയ്യപ്പന്റെ പൊന്നു പോലും കട്ടെടുത്ത കള്ളന്മാരാണ് കേരളം ഭരിക്കുന്നത് എന്ന ദുഃഖകരമായ യാഥാർത്ഥ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ കവി പാടിയതുപോലെ സ്വർണം കട്ടൽ ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പാട്ട് അത് അനിയലുകളായി അതിങ്ങനെ മുഴകിക്കൊണ്ടിരിക്കും എന്ന കാര്യത്തിൽ തർക്കവുമില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഇവിടെ ഈ പറയുന്ന സാംസ്കാരിക നായകന്മാരുടെ കവികളുടെ ഒക്കെ പാരമ്പര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്നവർ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുന്ന ആളുകൾ ഒരു തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ടപ്പോൾ ആ തെരഞ്ഞെടുപ്പിന് പരാജയത്തിന് കാരണം ഒരു പാട്ടാണ് എന്ന് പറഞ്ഞ് ഈ പറയുന്ന ജനാധിപത്യ ബോധം അധികമായി കൊണ്ടു നടക്കുന്ന ആളുകൾ എന്ന് പറയുന്നവർ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ പറയുന്നവർ, അവർ ആ പാട്ട് പോലും നിരോധിക്കണമെന്ന് പറയുന്ന രീതിയിലേക്ക് പാട്ടെഴുതിയ അതിന്റെ വരികൾ എഴുതിയ ആൾക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക്, ആ പാട്ട് പാടിയ ആ ഗായകനെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക്, അത് കേരളം മുഴുവൻ പാടിയ കേരളം മുഴുവൻ പ്രചരിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുന്ന രീതിയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് പോകുമ്പോൾ ഇത് നിങ്ങളെ ഓർത്ത് രക്ഷിക്കുന്ന നാണം കെട്ടൊരു നിലപാടാണ്
ഈ ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്നത്. നെഹ്റുവിന്റെ പേര് നെഹ്റു യുവകേന്ദ്രത്തിൽ നിന്നും മാറ്റിയതുപോലെ, ഇന്ദിര ആവാസ് യോജനയിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേര് മാറ്റിയതുപോലെ, രാജീവ് ഗാന്ധി ഖേൽരത്നയിൽ നിന്നും രാജീവ് ഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയതുപോലെ, ഇപ്പോൾ രാഷ്ട്രപിതാവിന്റെ പേര് പോലും മുറിച്ചു മാറ്റുന്ന രാജ്യത്തിന്റെ ചരിത്രം തിരസ്കരിക്കുന്ന ദേശവിരുദ്ധമായ ആളുകളുമായി മോദി സർക്കാർ മാറിയെന്ന് അദ്ദേഹം ആരോപിച്ചു. കൂടുതൽ നേതാക്കന്മാരും കടകംപള്ളിയെ പോലെയുള്ള മുൻ മന്ത്രിമാരും ജയിലിലാകുമെന്ന് കണ്ട അന്വേഷണം അട്ടിമറിക്കാൻ SITയിൽ CPMകാരായ പോലീസുകാരെ തിരുകിക്കയറ്റി അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആഭ്യന്തരമന്ത്രിയാണ് എന്ന് തിരിച്ചറിവ് പോലുമില്ലാതെ പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ആരോപണമുന്നയിക്കുന്ന പാർട്ടി സെക്രട്ടറിയുടെ തരത്തിലേക്ക് തരംതാണു എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KR കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. ഉനൈ CM, ജവാദ് പുത്തൂർ, ജില്ലാ ഭാരവാഹികളായ മാർട്ടിൻ ജോർജ്, വിനോദ് കപ്പിത്താൻ, അനൂപ് കല്യാട്ട്, റാഫി അടൂർ, ശ്രീനാഥ് ബദിയടുക്ക, സുജിത് തച്ചങ്ങാട്, അക്ഷയ S ബാലൻ, മാർട്ടിൻ അബ്രഹാം, രജിത രാജൻ, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ ആബിദ് എടച്ചേരി, വസന്തൻ AS, ഷിബിൻ ഉപ്പിലിക്കൈ, കോൺഗ്രസ് നേതാക്കളായ കുഞ്ഞി വിദ്യാനഗർ, ഉസ്മാൻ അണങ്കൂർ, അബ്ദുൾ റസാഖ് ചെർക്കള, കമലാക്ഷ സുവർണ, ഷാഹിദ് പുലിക്കുന്ന്, പ്രശാന്ത് എടനീർ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ക്വാണ്ടം സയൻസ് ശതാബ്ദി പ്രദർശനത്തിന് തുടക്കമായി. ക്വാണ്ടം സയൻസ് എക്സിബിഷൻ പ്രമുഖ ജ്യോതിശാസ്ത്രജ്ഞ പണ്ഡിതൻ പ്രൊഫസർ K. പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു. ക്വാണ്ടം സയൻസ് ശതാബ്ദി വാർഷികത്തോടനുബന്ധിച്ച ശാസ്ത്ര നേട്ടങ്ങൾ സമൂഹത്തിൽ എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ച ക്വാണ്ടം സയൻസ് എക്സിബിഷൻ പ്രമുഖ ജ്യോതിശാസ്ത്ര പണ്ഡിതൻ പ്രൊഫസർ K. പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു. ഇത്ര മികച്ച ഒരു ഉദ്ഘാടനം കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ പോലും ജനപങ്കാളിത്തം കൊണ്ടുണ്ടായില്ല. ഇനി അങ്ങോട്ടുള്ള എക്സിബിഷന്റെ നഗരത്തോളം അവസ്ഥയും ഇതേപോലെ തന്നെ ഒരു വലിയ വിജയകരമായ സംഭവം തന്നെയാണ്. ക്വാണ്ടം മെക്കാനിക്സ് പോക്കറ്റിലിട്ട് നടക്കുന്നവരാണ് നമ്മളെല്ലാം. നമ്മുടെ മൊബൈൽ ഫോൺ വർക്ക് ചെയ്യണമെങ്കിൽ അത് വേണം. നമ്മുടെ ജീവിതത്തിൽ എല്ലാ കുറയും ഇപ്പോൾ അടുക്കളയിൽ ചെന്നാൽ അടുക്കളയിൽ ഉണ്ടാകുന്ന ഉപകരണങ്ങൾ, നമ്മൾ കാണുന്ന TV, റേഡിയോ, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ, എല്ലാം തന്നെ ഈ ക്വാണ്ടം മെക്കാനിക്സിന്റെ സംഭാവനകളാണ്. കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഗാലക്സി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ E. ചന്ദ്രശേഖരൻ MLA അധ്യക്ഷത വഹിച്ചു. ശാസ്ത്ര ഗവേഷണങ്ങളുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കുമ്പോൾ മാത്രമേ ശാസ്ത്ര പുരോഗതി ലക്ഷ്യം കാണുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ക്വാണ്ടം സയൻസ് പോക്കറ്റിലിട്ട് നടക്കുന്ന കാലമാണിതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ക്വാണ്ടം സയൻസിന്റെയും സാങ്കേതിക വിദ്യകളുടെയും വാതിലുകൾ പൊതുജനങ്ങൾക്കായി തുറന്നിടുക എന്ന ലക്ഷ്യത്തോടെ നടക്കുന്ന പ്രദർശനത്തിന് നേതൃത്വം നൽകുന്നത് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ വെബ് പോർട്ടലായ ലൂക്കയാണ്. കൊച്ചിൻ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ശാസ്ത്ര സമൂഹ കേന്ദ്രം, വിവിധ സർവകലാശാലകൾ, കോളേജുകൾ, ബഹുജന സംഘടനകൾ എന്നിവയുടെ പിന്തുണയോടെയാണ് കാഞ്ഞങ്ങാട് നെഹ്റുവിൽ 6 ദിവസത്തെ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 7 മണി വരെയാണ് പ്രദർശന സമയം. 6 മണിയോടെ സ്റ്റാളുകളിലേക്കുള്ള പ്രവേശനം അവസാനിപ്പിക്കും. കുട്ടികളുടെ ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് പുറമെ പൊതുജനങ്ങളും പ്രദർശനം കാണാനെത്തും. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ, നീലേശ്വരം നഗരസഭാ ചെയർമാൻ PP മുഹമ്മദ് റാഫി, നഗരസഭാ കൗൺസിലർ PV മണി, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേന്ദ്ര നിർവാഹക സമിതി അംഗങ്ങളായ M. ദിവാകരൻ, AM ബാലകൃഷ്ണൻ, ജനറൽ കൺവീനർ ഡോക്ടർ റീജ PV, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ M. മധുസൂദനൻ, ഡോക്ടർ ശാലിനി NG, ഡോക്ടർ ശാലിനി K, വിനോദ് കുമാർ V, കോളേജ് യൂണിയൻ ചെയർമാൻ അഭിരാം KV, കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ജില്ലാ സെക്രട്ടറി PP രാജൻ, A. മോഹനൻ എന്നിവർ സംസാരിച്ചു. പരിപാടിയുടെ ഭാഗമായി നടന്ന ജില്ലാതല ക്വിസ് മത്സരത്തിൽ വിജയികളായ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. സമാപന സമ്മേളനം ജനുവരി 9 ജില്ലാ പഞ്ചായത്ത് ചെയർമാൻ സാബു എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നീലേശ്വരം ചൂയംകോട് ബസ്സിനെ മറികടക്കുന്നതിനിടെ സ്കൂട്ടർ യാത്രികൻ റോഡിൽ വീണു. കാർ വെട്ടിച്ച് യാത്രക്കാരനെ രക്ഷപ്പെടുത്തി ഡ്രൈവർ. സ്കൂട്ടർ യാത്രികൻ കാസർഗോഡ് അരമന ജ്വല്ലറി ജീവനക്കാരനുമായ ശശികുമാറാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്.
നീലേശ്വരം ചോയ്യങ്കോട് റോഡിലേക്ക് മറിഞ്ഞു വീണ സ്കൂട്ടർ യാത്രക്കാരനെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ അപകടത്തിൽപ്പെട്ടു. സ്കൂട്ടർ യാത്രക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഞായറാഴ്ച രാവിലെ ചോയ്യങ്കോടാണ് അപകടം. വ്യാപാരിയായ മുകേഷ് ഭാസ്കരൻ ചീമേനിയിലെ കടയിലേക്ക് പോകുമ്പോഴാണ് എതിരെ വന്ന സ്കൂട്ടർ യാത്രികൻ റോഡിലേക്ക് വീഴുന്നത് കണ്ടത്. സ്വകാര്യ ബസിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെ സ്കൂട്ടർ റോഡിന്റെ മധ്യത്തിൽ മറിയുകയായിരുന്നു. റോഡിൽ കിടക്കുന്ന ആളെ ഇടിക്കാതിരിക്കാൻ മുകേഷ് കാർ റോഡിന് പുറത്തേക്ക് വെട്ടിച്ച് റോഡരികിലെ മതിലിൽ ഇടിച്ച് നിർത്തുകയായിരുന്നു. റോഡിനോട് ചേർന്ന് ഇലക്ട്രിക് പോസ്റ്റും ഉണ്ടായിരുന്നു. സ്കൂട്ടർ യാത്രികൻ കാസർഗോഡ് അരമന ജ്വല്ലറി ജീവനക്കാരനുമായ ശശികുമാറാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. ശശികുമാറിന് ചെറിയ പരിക്ക് മാത്രമാണുള്ളത്. സംഭവത്തിനു ശേഷം ശശികുമാറിന്റെ ചായോത്തെ വീട്ടിൽ മുകേഷ് എത്തി. കാറിന് കേടുപാടുണ്ടായെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ സാധിച്ചതിന്റെ സന്തോഷത്തിലാണ് മുകേഷ്. കാറിലെ ക്യാമറയിൽ പതിഞ്ഞ അപകട ദൃശ്യം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, നീലേശ്വരം. വീടിന് സമീപം മരത്തിന് മുകളിൽ രാജവെമ്പാലയെ കണ്ടെത്തി. രാജവെമ്പാലയെ വനപാലകർ പിടികൂടി ചാക്കിലാക്കി. ബളാൽ മരുതം തുളത്തെ കോരന്റെ വീട്ടിലെ മരത്തിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. വീടിന് സമീപം മരത്തിനു മുകളിൽ രാജവെമ്പാലയെ കണ്ടെത്തി. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വനപാലകർ രാജവെമ്പാലയെ പിടികൂടി ചാക്കിലാക്കി. ബളാൽ മരുതം തുളത്തെ കോരന്റെ വീടിന് സമീപം മരത്തിന് മുകളിൽ കയറിയ രാജവെമ്പാലയെയാണ് പിടികൂടിയത്. മരത്തിൽ നിന്നും താഴെയിറക്കിയ ശേഷം പിടികൂടുകയായിരുന്നു. തുടർന്ന് ഉൾക്കാട്ടിൽ ഉപേക്ഷിച്ചതായി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കാഞ്ഞങ്ങാട് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബാബു, ഉദ്യോഗസ്ഥരായ സുനിൽ, സുരേന്ദ്രൻ, സി അനൂപ്, അനീഷ് എണ്ണപ്പാറ എന്നിവർ ചേർന്നാണ് പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, പാണത്തൂർ. KV സുജാത ടീച്ചർ വീണ്ടും അധ്യാപക ജീവിതത്തിലേക്ക്. 5 വർഷത്തെ പടിയിറക്കത്തിനു ശേഷം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ ടീച്ചറെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹൃദ്യമായ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ പദവിയിലെത്തിയതിനെ തുടർന്നാണ് ടീച്ചർ നീണ്ട അവധിയിൽ പ്രവേശിച്ചത്. പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമായി അവധിയിലായിരുന്ന ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക സുജാത ടീച്ചർക്ക് തിരിച്ചെത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ PTA കമ്മിറ്റി സ്വീകരണം നൽകി. 2021-25 വർഷത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അതിയാമ്പൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ച കാഞ്ഞങ്ങാട് നഗരസഭ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതിന്റെ ഭാഗമായാണ് ടീച്ചർ അധ്യാപക ജീവനത്തിന് 5 വർഷം അവധി നൽകിയത്. കഴിഞ്ഞ 5 വർഷക്കാലം നഗരസഭയുടെ വികസനത്തിന് മികച്ച പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ടീച്ചർക്ക് സാധിച്ചിരുന്നു. തിരിച്ചെത്തിയ ടീച്ചർക്ക് നൽകിയ സ്വീകരണത്തിൽ സ്കൂൾ PTA പ്രസിഡന്റ് EVJ കൃഷ്ണൻ, സ്കൂൾ HM P സുമ എന്നിവർ ചേർന്ന് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. വൈസ് പ്രസിഡന്റ് നാരായണൻ മൂത്തൽ, അംഗങ്ങളായ പ്രഭാകരൻ അവതാർ, P മനോജ്, ഗഫൂർ മുറിയനാവി, K സുജാത, N രതി, സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി KV രാജേഷ് എന്നിവർ സംബന്ധിച്ചു. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നഗരസഭയിൽ അടിസ്ഥാന മേഖലയിൽ നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് എന്ന സ്വപ്ന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ വീട് നൽകുന്നത് ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ സുജാത ടീച്ചർ നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തുന്നതിനും സാധിച്ചിരുന്നു. 43 വാർഡുകളിലെ 23 സ്കൂളുകളിലും അടിസ്ഥാന വികസനം ഉൾപ്പെടെ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഈ കാലയളവിൽ ടീച്ചർക്ക് സാധിച്ചിരുന്നു. 1993 സുജാത ടീച്ചർ തന്റെ അധ്യാപന ജീവിതം ആരംഭിക്കുന്നത്. സാമൂഹ്യശാസ്ത്ര അധ്യാപികയായ ടീച്ചർ ആദ്യകാലം പ്രൈമറി വിഭാഗത്തിലും പിന്നീട് ഹൈസ്കൂൾ വിഭാഗത്തിലും അധ്യാപികയായി പ്രവർത്തിച്ചു. പഠനത്തോടൊപ്പം മറ്റു മേഖലയിലും കുട്ടികളെ എത്തിക്കുന്നതിനും അതിലൂടെ അവരുടെ ഭാവി ശോഭനമാക്കുന്നതിനും നിർണായക ഇടപെടലുകൾ ഈ കാലയളവിൽ നടത്താൻ ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. കാഞ്ഞങ്ങാട് നഗരസഭയുടെ ചെയർപേഴ്സൺ പദവിക്ക് ശേഷം എൻ്റെ മാതൃസ്ഥാപനമായിട്ടുള്ള ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കുട്ടികൾ
കോവിഡിന് ശേഷം ഉള്ള കുട്ടികളെ, ഓൺലൈൻ വിദ്യാഭ്യാസം കഴിഞ്ഞ് സ്കൂളുകളിലേക്ക് വന്നിട്ടുള്ള കുട്ടികളെ പരിചയപ്പെടാനിരിക്കുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും ഞാൻ ഏറ്റവും ആസ്വദിച്ച് ചെയ്ത ഒരു പ്രവൃത്തി എന്നുള്ള രൂപത്തിൽ അധ്യാപനത്തെ അതിൻ്റെ എല്ലാ മഹത്വത്തോടും കൂടി കാണാനാണ് ആഗ്രഹിക്കുന്നത്. കുട്ടികളും രക്ഷിതാക്കളും ഒക്കെ ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം സ്നേഹം മാത്രമാണ് ഞങ്ങൾക്ക് എന്നും അവരിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അവരുടെ ജീവിതവുമായി എല്ലാ തരത്തിലും ബന്ധപ്പെട്ട് നിൽക്കാൻ എല്ലാ സമയത്തും ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെയർപേഴ്സണായിരിക്കുമ്പോഴും എൻ്റെ കുട്ടികളായാലും ആ കുട്ടികളുടെ രക്ഷിതാക്കളായാലും ഒക്കെ തന്നെ എനിക്ക് അതിൻ്റേതായിട്ടുള്ള പരിഗണന ഓരോ സമയത്തും തന്നിട്ടുണ്ട്. ടീച്ചർ പ്രവർത്തിച്ച അധ്യാപക പ്രസ്ഥാനമായ KSTA ജില്ലാ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചുകൊണ്ടാണ് അധ്യാപക ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്. അതോടൊപ്പം സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂട്ടായ്മയായ അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കാഞ്ഞങ്ങാട് ഏരിയ സെക്രട്ടറി കൂടിയാണ് സുജാത ടീച്ചർ. തൃക്കരിപ്പൂർ സ്വദേശിയായ ടീച്ചർ വിവാഹ ജീവിതത്തിന് ശേഷം ഇപ്പോൾ കാരാട്ടുവയലിലാണ് താമസം. മുൻ എക്സൈസ് ഓഫീസർ KV കുഞ്ഞമ്പുവാണ് ഭർത്താവ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് LDF 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾക്ക് സ്വീകരണവും രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് LDF 4-ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗവും പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് സ്വീകരണവും നൽകി. CPIM ജില്ലാ കമ്മിറ്റി അംഗം K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ഒരു ഭാഗത്ത് കോൺഗ്രസ്, UDF, BJPയുമായിട്ട് പരസ്യമായും രഹസ്യമായും ധാരണയുണ്ടാക്കി, കൂട്ടുകെട്ടുണ്ടാക്കി പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു ലജ്ജയുമില്ലാതെ മുന്നോട്ട് പോയിട്ടുള്ള അനുഭവമാണ് കേരളത്തിലെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ അനുഭവം എടുത്ത് പരിശോധിച്ചാൽ, അതിന്റെ കണക്കുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വെറുതെ നമ്മൾ പറയുന്നതല്ല, രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണമല്ല, യാഥാർത്ഥ്യമാണ്. പ്രകാശൻ പള്ളിക്കപ്പിൽ അധ്യക്ഷനായി. M പൊക്ലൻ, P കൃഷ്ണൻ, ഗംഗാധരൻ പള്ളിക്കാപ്പിൽ, കരുണാകരൻ കുന്നത്ത്, M ബിനി, T ശാന്തകുമാരി, K പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളായ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KK സോയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ദീപ പ്രവീൺ എന്നിവരെ മണികണ്ഠൻ ഹാരമണിയിച്ചു. വാർഡ് സെക്രട്ടറി A പവിത്രൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ദേശീയപാതയ്ക്കരികിൽ വൻ തീപിടുത്തം. പെരിയാട്ടടുക്കത്തിലുണ്ടായ തീപിടുത്തത്തിൽ സ്വകാര്യ വ്യക്തിയുടെ ഏക്കർ കണക്കിന് സ്ഥലം കത്തിനശിച്ചു. ഞായറാഴ്ച വൈകിട്ടോടെയാണ് തീപിടുത്തമുണ്ടായത്. പെരിയാട്ടടുക്കം ടൗണിന് സമീപമാണ് തീപിടുത്തമുണ്ടായത്. ടൗണിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കാഞ്ഞങ്ങാട് നിന്നും ഫയർഫോഴ്സ് എത്തി തീയണച്ചു. വലിയ അപകടം ഒഴിവായി. സമീപ പ്രദേശങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനായില്ല. ദേശീയപാതയിൽ നിന്നും പടർന്ന സമീപത്തെ പറമ്പിലെത്തി. ഇബ്രാഹിം ഹാജിയുടെ 3 ഏക്കറോളം സ്ഥലത്ത് തീപിടിച്ചു. മരങ്ങൾ ഉൾപ്പെടെ കത്തിനശിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇതിന് സമീപത്തായി വൻ തീപിടുത്തം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പെരിയാട്ടടുക്കം. വേലാശ്വരം സഫ്തർ ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 37-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ നടത്തി. SFI മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ ഉദ്ഘാടനം ചെയ്തു. വേലാശ്വരം സഫ്തർ ഹാഷ്മി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 37-ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെയാണ് നടന്നത്. വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം SFI മുൻ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് നിതീഷ് നാരായണൻ നിർവഹിച്ചു. എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അരിയും തുണിയും കിട്ടാതങ്ങനെ മരണപ്പത്തിൽ പിടയുന്ന ആൾ, അത് ചോദിച്ചാൽ ചോദിപ്പവരുടെ മുതുകു തകർക്കും ഭരണക്കാർ, അവരോട് തിരട്ടെത്തിയ നാട്ടാർ അവരുടെ തൊക്കിനിരയായി. അയ്യോ പോയി എന്നരുമ കുഞ്ഞന്നു നടത്തിയ സമരത്തിൽ നെഞ്ചിലൊരുണ്ട തറച്ചതിൽ നിന്നും ചെങ്കുട തള്ളിയൊരാരൂപം. വയ്യതു കാണാൻ മകനെ, നീ ആ മണ്ണിൽ ഉറങ്ങുന്നുവെന്ന് അനേകം രക്തസാക്ഷികളുടെ അമ്മമാർ, സഫ്തറിന്റെ അമ്മ, അബൂബക്കറിന്റെ അമ്മ, കുഞ്ഞമ്പൂവിന്റെ അമ്മ, കയ്യൂരിന്റെ അമ്മ, ചീമേനിയുടെ അമ്മ, കൂത്തുപറമ്പിന്റെ അമ്മ ആവർത്തിച്ചു പാടിയിട്ടുള്ള സമരഭരിതമായ നാടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു വാങ്ങിയിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് ആ കുളമ്പുകൾ എന്ന് നമ്മൾ ആവർത്തിച്ച് പാടിയിട്ടില്ലേ. സഫ്തർ ഹാഷ്മി അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. ക്ലബ് പ്രസിഡന്റ് A ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയികളായ കെ സബീഷ്, കെ വി സുകുമാരൻ, വി വി തുളസി, കെ ബിന്ദു, പി കെ മഞ്ജിഷ എന്നീ ജനപ്രതിനിധികളെ ആദരിക്കുന്ന ചടങ്ങും വേലാശ്വരം ഗവൺമെന്റ് യു പി സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് വി പൊക്കൻ മേസ്ത്രിയുടെയും പാറോമ്മയുടെയും സ്മരണിക്ക് മക്കളും കാടൻ വീട്ടിൽ കണ്ണന്റെയും കുരുക്കൾ വീട്ടിൽ കുഞ്ഞമ്മയുടെയും സ്മരണിക്ക് മക്കളും ഏർപ്പെടുത്തിയ എൻഡോമെന്റ് വിതരണവും വിവിധ മേഖലകളിൽ കഴിവ് നേടിയവരെ അനുമോദിക്കുന്ന ചടങ്ങും ഇതോടൊപ്പം നടന്നു. പി കൃഷ്ണൻ, സി വി കൃഷ്ണൻ, പി സജിത്, ടി വിഷ്ണു നമ്പൂതിരി, പി ശ്യാമള എന്നിവർ സംസാരിച്ചു. ക്ലബ് സെക്രട്ടറി വി ആകാശ് സ്വാഗതവും ട്രഷറർ അർജുൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് നൃത്യങ്ങളും തെരുവ് നാടകവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പടിഞ്ഞാറേക്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പുതുവത്സരാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. കഴിഞ്ഞ 5 വർഷക്കാലം മെമ്പറായി മികച്ച സേവനമനുഷ്ഠിച്ച ഷീബ ഉമ്മറിനെ പടിഞ്ഞാറേക്കര കൂട്ടായ്മ ആദരിച്ചു. പടിഞ്ഞാറേക്കര കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഈ വർഷത്തെ പുതുവത്സരാഘോഷം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. കെ വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വത്സരാഘോഷത്തിൽ ആണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. കൂടാതെ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും 14ാം വാർഡ് പഞ്ചായത്ത് മെമ്പറുമായിരുന്ന ശ്രീമതി ഷീബ ഉമർക്കൊരു യാത്രയപ്പും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഷീബ ഉമറെ കുറിച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടുകാരിൽ ഒരാളായി നാട്ടുകാർക്ക് എല്ലാവർക്കും വളരെ ഇതായിട്ട് അറിയാം. ഇവര് നമ്മുടെ വാർഡിലുണ്ടായ 2 ടേമിലും പ്രതിപക്ഷത്തായിരുന്നു. ഒരു പ്രതിപക്ഷ മെമ്പർക്ക് കിട്ടുന്ന പരമാവധി ആനുകൂല്യം നമ്മുടെ വാർഡിന് നേടിയെടുത്തിട്ടുണ്ട്. നമുക്ക് എപ്പോഴും സമീപിക്കാനും നമ്മളിൽ ഒരാളായിട്ട് നമ്മുടെ എല്ലാ പരിപാടിക്കും എപ്പോൾ വിളിച്ചാലും വരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ചില സാങ്കേതിക കാരണങ്ങളിൽ ഇപ്രാവശ്യം അവർ തെരഞ്ഞെടുപ്പിന് മത്സരിച്ചിട്ടില്ല. ഇതിന് മേലിലും ഉയർന്ന തലത്തിൽ പൊതുപ്രവർത്തനം നടത്താനുള്ള അവസരം അവർക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വെച്ച് വാർഡിൽ കഴിഞ്ഞ 5 വർഷക്കാലം മെമ്പറായി സേവനമനുഷ്ഠിച്ച ഷീബ ഉമ്മറിനെ പടിഞ്ഞാറേക്കര കൂട്ടായ്മ ആദരിച്ചു. ഷീബ ഉമ്മർ മറുമൊഴി ഭാഷണം നടത്തി. അരവിന്ദാക്ഷൻ എൻ വി, ബാലകൃഷ്ണൻ പി, രാജീവൻ കെ വി എന്നിവർ സംസാരിച്ചു. അതുല്യ ജയകുമാർ സ്വാഗതവും മഞ്ജുഷ പ്രണവ് നന്ദിയും പറഞ്ഞു. ജ്യോതി ക്ലബിൽ വെച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. തുടർന്ന് നടന്ന കലാപരിപാടികൾ ഏറെ ശ്രദ്ധേയമായി. സിനിമാറ്റിക് ഡാൻസ്, തിരുവാതിരക്കളി, ഒപ്പന, കൈകൊട്ടിക്കളി, സ്കിറ്റ് എന്നീ കലാപരിപാടികൾ ശ്രദ്ധേയമായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വള്ളിവാണിയ തറവാട് പ്രതിഷ്ഠ കലശ കളിയാട്ട മഹോത്സവ ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ഉദ്ഘാടനം ചെയ്തു. രാവണേശ്വരം വെള്ളംതട്ടയിൽ പുതുതായി സ്ഥാപിതമാകുന്ന വള്ളിവാണിയ തറവാടിന്റെ പ്രതിഷ്ഠാ കലശ മഹോത്സവവും കളിയാട്ട മഹോത്സവവും 2026 മാർച്ച് മാസം 12 മുതൽ 16 വരെ നടക്കും. ഇതിന്റെ ഭാഗമായുള്ള ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം നടന്നു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി തുളസി ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. രൂപീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഏറ്റെടുത്ത ഈ നാടിനകത്ത് രാമേശ്വരം അധ്യക്ഷൻ പറഞ്ഞതുപോലെ രാമേശ്വരം നാടിനകത്ത് എന്ത് വന്നാലും ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള ഒരു നാട്ടുകാരാണ് എന്നുള്ളത് അത്യധികം സന്തോഷത്തോടു കൂടി കാണുകയാണ്. ആ നാടിനപ്പുറത്തേക്ക് ഈ തറവാട്ടിലെ അംഗങ്ങൾ കൂടി 3 മാസം എന്ന് പറഞ്ഞു 3 മാസം കൊണ്ട് പണി കഴിപ്പിച്ച ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മാർത്ഥതയും പ്രവർത്തനവും എത്രമാത്രം അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. 3 മാസം കൊണ്ടൊരു തറവാടിന്റെ അല്ലെങ്കിൽ അമ്പലത്തിന്റെ പണി പൂർത്തീകരിക്കുക, ആഘോഷ കമ്മിറ്റി രൂപീകരിക്കുക, അതിന്റെ ഉത്സവത്തിലേക്ക് മാർച്ച് മാസം 12 മുതൽ 16 വരെ നടക്കുന്ന ആ ഉത്സവത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒരു നാടിനകത്തെ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ച് തറവാടുകളായാലും അമ്പലങ്ങളായാലും ജാതി മത സ്പർദ്ധകളില്ലാതെ ഒരു നാടിനകത്ത് കൂട്ടായ്മയോട് കൂടി പോകാൻ നമ്മുടെ ഈ തറവാടിന് സാധിക്കണം. കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രതീഷ് വെള്ളംതട്ട അധ്യക്ഷത വഹിച്ചു. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സോയ മുഖ്യാതിഥിയായി പങ്കെടുത്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എ തമ്പാൻ മക്കാക്കോട്ട്, കരിപ്പോടി തിരൂർ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം ട്രഷറർ തമ്പാൻ ചേടിക്കുണ്ട്, കല്യാൽ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഗംഗാധരൻ പാലക്കി, രാവണേശ്വരം പെരും തൃക്കോവിലപ്പൻ ക്ഷേത്ര ഊരായ്മ എം വാസുദേവൻ മല്ലിശ്ശേരി,
കോത്തോളങ്കര ദുർഗാഭഗവതി ക്ഷേത്ര സെക്രട്ടറി അനീഷ് ദീപം, കല്യാൺ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്രം സെക്രട്ടറി ചന്ദ്രൻ മണ്ണടി, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ നവീൻ മുതിയക്കാൽ, കരിപ്പോടി ശ്രീ തിരൂർ മുച്ചിലോട്ട ഭഗവതി ക്ഷേത്രം ജോയിന്റ് സെക്രട്ടറി കുമാരൻ, തറവാട് കമ്മിറ്റി പ്രസിഡന്റ് വി ബാലചന്ദ്രൻ, പി നാരായണൻ എന്നിവർ സംസാരിച്ചു. തറവാട് കമ്മിറ്റി സെക്രട്ടറി ടി കൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി മുരളീധരൻ ചിത്താരി നന്ദിയും പറഞ്ഞു. രത്നാകരൻ ബാര ചെയർമാനായും നവീൻ കുമാർ മുതിയക്കാൽ വർക്കിംഗ് ചെയർമാനായും ബാബു ഞെക്ലി ജനറൽ കൺവീനറായും പവിത്രൻ നമ്പിടിപ്പള്ളം ഗജാൻജിയുമായുള്ള വിപുലമായ ആഘോഷ കമ്മിറ്റി രൂപീകരണവും വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം മലയാളം പദ്യം ചൊല്ലലിൽ 7ാം ക്ലാസ്സിലെ അമേയ എസ് എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. സുഗതകുമാരിയുടെ തനിച്ചല്ല എന്ന കവിത ആലപിച്ചാണ് അമേയ ഗവൺമെന്റ് UP സ്കൂൾ പുതുക്കൈയിലേക്ക് അഭിമാനാർഹമായ നേട്ടം എത്തിച്ചത്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ UP വിഭാഗം മലയാളം പദ്യം ചൊല്ലലിൽ 7ാം ക്ലാസ്സിലെ അമേയ എസ് എ ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കി. നിഴലിൽ ഞാനിങ്ങു തനിച്ചിരിക്കുന്നു, അരണ്ട വെട്ടത്തിൽ മഴ കഴിഞ്ഞുള്ളോരിരുണ്ട മങ്ങിയ നനവിൽ അന്തി തൻ നിഴലിൽ ഞാനിങ്ങു തനിച്ചിരിക്കുന്നു. കവിതാസ്വാദകനും ഗായകനും അധ്യാപകനുമായ ബാബു മണ്ടൂർ ചിട്ടപ്പെടുത്തിയതും ക്ലാസ് അധ്യാപകനായ വിഷ്ണു നമ്പൂതിരി മാസ്റ്റർ പഠിപ്പിച്ചതുമായ സുഗതകുമാരി ടീച്ചറുടെ തനിച്ചല്ല എന്ന കവിത ആലപിച്ചാണ് അമേയ ഗവൺമെന്റ് UP സ്കൂൾ പുതുക്കൈയിലേക്ക് അഭിമാനാർഹമായ നേട്ടം എത്തിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. രാവണേശ്വരം കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്ര ഉപദേവസ്ഥാനത്ത് കാലിച്ചാൻ ദൈവവും വിഷ്ണുമൂർത്തിയും കെട്ടിയാടി. രാവണേശ്വരം കോതോളങ്കര ദുർഗാഭഗവതി ക്ഷേത്ര ഒറ്റത്തിറ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്ര ഉപദേവസ്ഥാനമായ ചോനാട്ട് കാലിച്ചാൻ മരത്തിങ്കാൽ കാലിച്ചാൻ തെയ്യവും വിഷ്ണുമൂർത്തിയും കെട്ടിയാടി. അന്നപ്രസാദ വിതരണവും നടന്നു. നിരവധി ഭക്തജനങ്ങളാണ് മഹോത്സവത്തിൽ പങ്കാളികളായത്. ന്യൂസ് ബ്യൂറോ, രാവണേശ്വരം. മടിക്കൈ ചുള്ളിമൂല വണ്ണാർവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ പങ്കെടുത്തു. മടിക്കൈ ചുള്ളിമൂല വണ്ണാർവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം കട്ടിലവെക്കൽ ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്ര സ്ഥാനികരുടെയും കമ്മിറ്റി അംഗങ്ങളുടെയും ദേവസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് ശശി PT, സെക്രട്ടറി സുകുമാരൻ പീടിക, ട്രഷറർ സുകുമാരൻ കണ്ണൂത്ത, വിവിധ ക്ഷേത്ര ഭാരവാഹികളുടെയും വിവിധ തറവാട് കമ്മിറ്റി അംഗങ്ങളുടെയും നാട്ടുകാരുടെയും മാതൃസമിതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ഓർക്കോൽ മീത്തലപ്പുര വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഓലമെടയൽ ഉത്സവം തറവാട്ടുമുറ്റത്ത് നടന്നു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ഓർക്കോൽ മീത്തലപ്പുര വയനാട്ടുകുലവൻ ദേവസ്ഥാനം തെയ്യംകെട്ട് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ഓലമെടയൽ ഉത്സവം തറവാട്ടുമുറ്റത്ത് നടന്നു. മടിക്കൈ പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ തെയ്യംകെട്ട് മഹോത്സവം മാറുകയാണ്. നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ഏറ്റവും ആവേശപൂർവ്വമാണ് നമ്മൾ ഈ തെയ്യംകെട്ട് മഹോത്സവം ഇവിടെ സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ സംഘാടക സമിതി രൂപീകരണം തന്നെ ഒരു നാടാകെ ഇളകി വരുന്ന ആവേശകരമായ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. എല്ലാ ഉത്സവങ്ങളിലും നാം പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം ജനങ്ങളെയെല്ലാം ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരുടെ സ്നേഹവും സാഹോദര്യവും മതേതരത്വവും എല്ലാം ഊട്ടിയുറപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായി
ദൈവിക സ്ഥാനങ്ങൾ മാറണം എന്ന കാഴ്ചപ്പാട് തന്നെയാണ് നാട്ടിലാകെയുള്ളത്. അതിന് ഏറ്റവും പ്രൗഢമായ ഉദാഹരണമാണ് മടിക്കൈ. ജാതിക്കും മതത്തിനുമെല്ലാം അപ്പുറം മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും മൂർത്തമായ ആശയങ്ങളാണ് എല്ലാ ദൈവിക സ്ഥാനങ്ങളിൽ നിന്നും നാം മുഴങ്ങിക്കേൾക്കുന്നത്. ആഘോഷ കമ്മിറ്റി വൈസ് ചെയർമാൻ അനിൽ നീരളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം പി കുഞ്ഞികൃഷ്ണൻ, വർക്കിംഗ് ചെയർമാൻമാരായ കെ സുധാകരൻ, സുകുമാരൻ കാണോത്ത്, കെ വി ശ്രീനിവാസൻ, സുരേഷൻ, തറവാട് കാരണവർ, കുമാരൻ ചെരളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. പെരിയാങ്കോട്ട് ഭഗവതി ക്ഷേത്രം സെക്രട്ടറി പി ബിജു സ്വാഗതവും ഗംഗാധരൻ തളിക്കുണ്ട് നന്ദിയും പറഞ്ഞു. മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നാട്ടുകാരും വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികളും ഉത്സവ പന്തലുകൾക്ക് ആവശ്യമായ ഓല മെനഞ്ഞെടുത്തു. മാർച്ച് 6 മുതൽ 8 വരെ തീയതികളിലായാണ് വയനാട്ടുകുലവൻ തേംകെട്ട് നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT അന്വേഷണം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമം നടത്തുന്നുവെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ടറേറ്റ് മാർച്ച് നടത്തി. DCC ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ പ്രതിഷേധമിരമ്പി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ക്വാണ്ടം സയൻസ് ശതാബ്ദി പ്രദർശനത്തിന് തുടക്കമായി. ക്വാണ്ടം സയൻസ് എക്സിബിഷൻ പ്രമുഖ ജ്യോതിശാസ്ത്ര പണ്ഡിതൻ പ്രൊഫസർ കെ പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്തു. നീലേശ്വരം ചോയ്യംകോട് ബസ്സിനെ മറികടക്കുന്നതിനിടെ സ്കൂട്ടർ യാത്രികൻ റോഡിൽ വീണു. കാർ വെട്ടിച്ചു യാത്രക്കാരനെ രക്ഷപ്പെടുത്തി ഡ്രൈവർ. സ്കൂട്ടർ യാത്രികൻ കാസർഗോഡ് അരമന ജ്വല്ലറി ജീവനക്കാരനുമായ ശശികുമാറാണ് അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. വീടിന് സമീപം മരത്തിനു മുകളിൽ രാജവെമ്പാലയെ കണ്ടെത്തി. രാജവെമ്പാലയെ വനപാലകർ പിടികൂടി ചാക്കിലാക്കി. ബളാൽ മരുതം തുളത്തെ കോരന്റെ വീട്ടിലെ മരത്തിലാണ് രാജവെമ്പാലയെ കണ്ടെത്തിയത്. KV സുജാത ടീച്ചർ വീണ്ടും അധ്യാപക ജീവിതത്തിലേക്ക്. 5 വർഷത്തെ പടിയിറക്കത്തിന് ശേഷം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ ടീച്ചറെ സഹപ്രവർത്തകരും വിദ്യാർത്ഥികളും ചേർന്ന് ഹൃദ്യമായ സ്വീകരണം നൽകി. കാഞ്ഞങ്ങാട് നഗരസഭ അധ്യക്ഷ പദവിയിലെത്തിയതിനെ തുടർന്നാണ് ടീച്ചർ നീണ്ട അവധിയിൽ പ്രവേശിച്ചത്. കേരള കർഷക സംഘം ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. ഓൾ ഇന്ത്യ കിസാൻ സഭ കേന്ദ്ര കമ്മിറ്റി അംഗം SK പ്രീജ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വാഴക്കോട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ധനുമാസ തിരുവാതിര അവതരിപ്പിച്ചു. പരിപാടി ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന മാതൃസമിതി ജോയിന്റ് സെക്രട്ടറി KS പുഷ്പലത ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.